കൺഫ്യൂഷൻ ഉണ്ടല്ലോ. രാംകുമാർ സാറിനൊന്ന് വിളിച്ചാലോ? അല്ലേ വേണ്ട, സാറ് ബിസി ആയിരിക്കും. കാപ്പി. ഓഫീസിൽ ഇരുന്ന് ചെയ്യേണ്ട ജോലിയൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെന്നിരുന്ന് സൊറ പറയാലോ. ചുമ്മലത്തിയോട് എന്ത് പണി? എന്ത് പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, കാപ്പി കുടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞതാ. ആ കുടി. അച്ഛാ വച്ചോ. നാണം കിട്ട്, ഞങ്ങള് മൊത്തം നാണം കിട്ട്. ഇനി ഞാൻ അവരെയൊക്കെ മുമ്പിൽ എങ്ങനെ നോക്കും ഞാൻ? എടീ, നിനക്ക് ഉളുപ്പില്ലാത്തോണ്ട് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അങ്ങനെയാണോ? എടീ, പിള്ളേരെ തുള്ളാതെ കാര്യം പറ. അമ്മ, വണ്ടി നമുക്ക് 8ന്റെ പണി തന്നു, 8ന്റെ പണി. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാണ് ഓട്ടേ പോയാ മതി. അപ്പൊ ഇവക്കൊരു നിർബന്ധം ആ പോട്ട വണ്ടി തന്നെ പോകണമെന്ന്. ഒരു അബദ്ധം പറ്റിയടി. വണ്ടിക്ക് എന്ത് പറ്റി? വണ്ടി എന്ത്? ഏതൊക്കെ ചെന്ന് ഇറങ്ങിയ ഭയങ്കര വെറൈറ്റി ആയിരിക്കും, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അയ്യോ, പിന്നെ എങ്ങനെയാ അവിടെ ചെന്ന് എത്തി? അപ്പൊ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് എത്തി, ഞാൻ വിചാരിച്ച വണ്ടി വഴി കിടക്കണം. ഇതിനെക്കാട്ടി ഭേദം വഴി കിടക്കണായിരുന്നു. മാ, ബർത്ത്ഡേ പാർട്ടിക്ക് വന്നവരെ മുമ്പ് ഞങ്ങൾ നാണം കെട്ട്. എങ്ങനെ നാണം കെട്ട്? ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി എല്ലാരും വരുമല്ലോ. അങ്ങനെ എല്ലാരും ഇറങ്ങി വന്നു. അങ്ങനെ ഇറങ്ങി വന്ന് ഞങ്ങൾ വണ്ടി കയറി ഇരുന്നിട്ട് ബായൊക്കെ പറഞ്ഞ് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചവിട്ടി. സ്റ്റാർട്ട് ആയില്ല. സ്വാഭാവികം. എന്നിട്ട് ഞാൻ വീണ്ടും ചവിട്ടി 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 സ്റ്റാർട്ട് ആയില്ല. പോട്ട്, അതെല്ലാം പോട്ട്. വന്ന് കേറിയോടൻ ചേതക്ക് വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവളാണെങ്കിലോ ഒടുക്കത്ത് അവിടെ ചെന്ന് എല്ലാവരും പറഞ്ഞു, ചേതക്ക് വണ്ടി 10-35 വർഷം പഴക്കമുള്ളതാണ്, ഇപ്പൊ കൊടുത്താ കിട്ടും 1.5-2 ലക്ഷം രൂപ. എന്നിട്ട് നാണം കെട്ടവരെ മുമ്പേ സ്റ്റാർട്ട് ആയില്ല. അത് പോട്ട്, ഇവക്കൊരു പേരും കിട്ടി. എന്തോന്ന്? തള്ളിസ്റ്റ് പിങ്കി. അത് കലക്കി. എന്തോന്ന് രവിയേട്ടാ? മാനം പോയി ഞങ്ങൾ. മാനം പോയി, നാണം പോയി, എല്ലാം പോയി. ഇപ്പൊ തന്നെ വണ്ടി മാറ്റിയേ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, ആ വണ്ടി മാറ്റിയേ പറ്റുള്ളൂ. ഇനി ഞാൻ ആ ചപ്പാച്ചി വണ്ടിയിൽ കയറൂല. നിങ്ങൾ രണ്ടുപേരും കയറണ്ടെന്നല്ല, തൊണണ്ട. അതാണ് എനിക്ക് നല്ലത്. അതല്ല ഞാൻ പറഞ്ഞു വന്നത്, വണ്ടി മാറ്റണോന്ന്. എന്തിന്? വണ്ടി ഒന്നും മാറ്റാൻ പറ്റില്ല. എന്തിനു വണ്ടി മാറ്റുന്നത്? ഇതേ സ്കൂട്ടറാണ്, മോട്ടോർ ആവുമ്പോ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് വരും, ചിലപ്പോ സ്റ്റാർട്ട് ആയില്ലെന്നൊക്കെ വരും. വണ്ടി മാറ്റണോ? ചിലപ്പോഴാ സ്റ്റാർട്ട് ആവാത്ത. ഇത് എപ്പോഴും ഇതല്ലേ പ്രശ്നം. എവിടെ പോയാലാണ് സ്റ്റാർട്ട് ആവാതെ ഇരിക്കുന്നത് ഈ വണ്ടി? അത് ഞാൻ ഓടിക്കുമ്പോ ഇവള് പറയണേല് കാര്യമുണ്ട്. അച്ഛൻ ഓടിക്കുമ്പോ കുഴപ്പമില്ല, അച്ഛന് പറ്റിയ വണ്ടിയാണ് ഇത്. ഞങ്ങളെ പോലെയുള്ള യൂത്തുകാർക്ക് പറ്റിയതല്ല ഈ വണ്ടി. നീ എന്തൊക്കെ പറഞ്ഞാലും ഇറങ്ങി വണ്ടി മാറ്റാൻ പറ്റൂല. പുതിയ വണ്ടി വാങ്ങിക്കാൻ പറ്റൂല. പറ്റൂലേ? ഉറപ്പാണോ? ഈ രവി ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്, ഉറപ്പ് തന്നെയാണ്. എന്നാ ഈ രവിയുടെ മോളാണ് ഞാൻ. എനിക്കുണ്ട് അത്യാവശ്യം വാശി. വണ്ടി മാറ്റാതെ, ഞാൻ പുതിയൊരു വണ്ടി വാങ്ങാതെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നം ഉറപ്പ്. രവിയേട്ടാ, നമ്മള് പറഞ്ഞത് കേട്ടാ? ഇവളാ എടി 5 മിനിറ്റിന് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഇവൾക്ക് ഇരിക്കാൻ പറ്റും? ചുമ്മാ പച്ച വെള്ളം പോലെ ഞാൻ കുടിക്കൂല. കേട്ടാ? ഞാൻ ഭക്ഷണം കഴിക്കൂലെന്ന്. അവള് കഴിക്കൂലെന്ന് പറഞ്ഞ പോലെ ചെയ്യും. ഞാൻ ഭക്ഷണം കഴിക്കൂല. കണ്ട, അവള് കഴിക്കൂല, കഴിക്കൂല. ഉറപ്പായിട്ട് അവള് കഴിക്കൂല. അവളെ സ്വഭാവം അറിയാലോ അമ്മയ്ക്ക്. അവൾക്കൊന്നും പറ്റൂല 5 മിനിറ്റ് ഇടവിട്ട് ആഹാരം കഴിക്കുന്ന അവൾക്ക്. ഇല്ല, അവള് കുടിക്കൂല തന്നെ, കുടിക്കൂല തന്നെ.